പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകുന്നു. എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക്, അതായത് ശിക്ഷിക്കപ്പെട്ടവർക്ക്, ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടവർക്ക് വാരിക്കോരി പരോൾ നൽകുന്നത് സംസ്ഥാന സർക്കാർ തുടരുന്നു. കേസിലെ പ്രതി അണ്ണൻ സിജിത്തിന് തുടർച്ചയായി 2 തവണ പരോൾ നീട്ടി നൽകി. മുഖ്യമന്ത്രിക്ക് നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് 15 ദിവസം കൂടി പരോൾ നീട്ടിയത്. ഉത്തരവിൻ്റെ പകർപ്പ് ജനം TVക്ക് ലഭിച്ചിരുന്നു. രാജീവ് ചേരുന്നു. രാജീവ്, എന്താണ് ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്? നമുക്കറിയാം, നേരത്തെ തന്നെ കൊടിസുനി ഉൾപ്പെടെയുള്ളവർക്ക് പരോൾ നൽകിയിരുന്നു. മാത്രമല്ല, കിർമാണി മനോജ്, മുഹമ്മദ് ഷാഫി ഇവരൊക്കെ എപ്പോഴും പുറത്താണ്. കാരണം അവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ സജീവമായി അവർ സംവദിച്ചുകൊണ്ടിരുന്നു. പല വിവരങ്ങളിലും അവർ പ്രേക്ഷകരുമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഫോളോവേഴ്സുമായിട്ട് സംവദിക്കുന്നുണ്ട്. ഇപ്പോഴിതാ അണ്ണൻ സിജിത്തിന് പരോൾ നീട്ടി നൽകിയിരിക്കുന്നു. അതിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ട് എന്നുള്ളതല്ലേ പ്രധാനം? അനിൽ നമ്പ്യാർ, TP കേസ് പ്രതികൾക്ക് എല്ലാ സംരക്ഷണവും സംസ്ഥാന സർക്കാർ ഇപ്പോഴും നൽകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. TP കേസ് പ്രതികൾ നമുക്കറിയാം, ശിക്ഷിക്കപ്പെട്ട് ജയിലിലേക്ക് എത്തിയത് മുതൽ അവർക്ക് അവിടെ ലഭിച്ചിരുന്നത് വലിയ സൗകര്യങ്ങളായിരുന്നു. മൊബൈൽ ഫോൺ ഉപയോഗിക്കാനുള്ള സൗകര്യമുണ്ട്. എല്ലാ സ്വാതന്ത്ര്യവും ജയിലിൽ ഇവർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇതിനുശേഷമാണ് ഈ പരോളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നത്. TP കേസ് പ്രതികൾക്ക് വാരിക്കോരി പരോൾ നൽകുന്ന ഒരു സമീപനമായിരുന്നു സംസ്ഥാന സർക്കാർ കഴിഞ്ഞ കുറേ നാളുകളായി സ്വീകരിച്ചു വന്നിരുന്നത്. ഒന്നാം പിണറായി സർക്കാരാണെങ്കിലും രണ്ടാം പിണറായി സർക്കാരാണെങ്കിലും TP കേസ് പ്രതികൾക്ക് വാരിക്കോരി പരോൾ നൽകുകയായിരുന്നു. കേസിലെ 3 പ്രതികൾക്കാണ് നിലവിൽ 1000 ദിവസത്തിന് മുകളിൽ പരോൾ ലഭിച്ചിരുന്നത്. KC രാമേന്ദ്രൻ, അതുപോലെ തന്നെ ട്രൗസർ മനോജ്, അണ്ണൻ സീത്ത്, ഈ 3 പ്രതികൾക്കാണ് 1000 ദിവസത്തിന് മുകളിൽ പരോൾ ലഭിച്ചത്. അണ്ണൻ സീത്തിന് 1078 ദിവസം ഇതിനകം പരോൾ ലഭിച്ചിരുന്നു. ഇതിനുശേഷമാണ് വീണ്ടും ഈ അണ്ണൻ സീത്തിന് പരോൾ ലഭിച്ചത്. ഈ പരോളിൻ്റെ കാലാവധിയാണ് ആദ്യം 7 ദിവസം ദീർഘിപ്പിക്കുന്നു. പിന്നീട് മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 15 ദിവസം കൂടി ദീർഘിപ്പിച്ചുകൊണ്ടാണ് ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഇടപെട്ടുകൊണ്ട് TP കേസ് പ്രതികൾക്ക് വാരിക്കോരി പരോൾ നൽകുകയാണെന്ന് തെളിയിക്കുന്ന രേഖകൾ കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ആരോപണം KK രമ ഉൾപ്പെടെ ഉന്നയിച്ചിരുന്നു. മാത്രമല്ല, ഈ TP കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കവും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ വിവരം പുറത്തു വന്നതിന് ശേഷമാണ് ഈ ഒരു തീരുമാനം റദ്ദാക്കിക്കൊണ്ടുള്ള നടപടികൾ ഉണ്ടായത്. ഇതിനുശേഷം ഏതായാലും പരോൾ നൽകുന്നത് തുടരുകയാണ്. വാരിക്കോരി പരോൾ നൽകുന്നത് തുടരുകയാണ്. ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തടസ്സവും ആഭ്യന്തര വകുപ്പിന് ഇല്ല എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഈ TP കേസ് പ്രതികളുമായി ബന്ധപ്പെട്ട മറ്റ് പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ജയിലിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നു, മർദ്ദിക്കുന്നു എന്ന തരത്തിലുള്ള പരാതികളൊക്കെ ഉയർന്നു വന്നതാണ്. പക്ഷേ ആ ഒരു സാഹചര്യം പോലും പരിഗണിക്കാതെയാണ് TP കേസ് പ്രതികൾക്ക് വാരിക്കോരി ഇങ്ങനെ പരോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന വസ്തുതയാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല, ഇവർക്ക് ജയിലിൽ ലഭിക്കുന്ന സൗകര്യങ്ങളെക്കുറിച്ചും നേരത്തെ പലതരത്തിലുള്ള പരാതികൾ പുറത്തു വന്നിരുന്നു. ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കാനും, അതായത് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ജയിലിൽ ഇവർക്ക് ഒരുക്കി നൽകുന്നു എന്നായിരുന്നു പ്രധാനപ്പെട്ട ഒരു ആരോപണം. അത് ശരിയാണെന്ന് തെളിയിക്കുന്ന ചില തെളിവുകൾ കൂടി പുറത്തേക്ക് വരുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല, ഈ പരോളിൽ ഇറങ്ങിയതിന് ശേഷം മറ്റ് കേസുകളിൽ പോലും അവർ ഉൾപ്പെടുന്ന സാഹചര്യമുണ്ടായി. ലഹരി സംഘങ്ങളുമായുള്ള ബന്ധം പോലും പിന്നീട് പുറത്തു വന്നിരുന്നു. പക്ഷേ അതിനുശേഷവും, അതായത് സംസ്ഥാന ഇൻ്റലിജൻസ് പോലും ഇവർക്ക് കൂടുതൽ പരോൾ അനുവദിക്കരുതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ പോലും അതിനെ എതിർത്തുകൊണ്ടാണ് ഏതായാലും ഇപ്പോൾ വീണ്ടും ഇങ്ങനെ പരോൾ അനുവദിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അണ്ണൻ സീത്തിനാണ് വീണ്ടും ഏതായാലും പരോൾ നീട്ടി നൽകിയിരിക്കുന്നത്. ആദ്യം 7 ദിവസത്തേക്ക് ദീർഘിപ്പിച്ച് നൽകുന്നു, പിന്നീട് 15 ദിവസത്തേക്ക്. അതിൽ ഏറ്റവും പ്രധാനം ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് വീണ്ടും 15 ദിവസം കൂടി പരോൾ നീട്ടി നൽകിയിരിക്കുന്നത് എന്നതാണ് വസ്തുത. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് TPയുടെ കൊലയാളികൾക്ക് പൂർണ്ണമായും വിധേയമാവുന്നു, അതായത് വിധേയപ്പെടുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ്. നമുക്കറിയാം, P ശശിയാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ഈ കേസിലെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇവരോട് അനുകമ്പയോടുകൂടി പെരുമാറുന്നത് P ശശിയുടെ ഇടപെടലിനെ തുടർന്ന് തന്നെയല്ലേ? മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി, ഈയിടെയാണ് ഹൈക്കോടതി ഇവരുടെ ശിക്ഷ ഇരട്ട ജീവപര്യന്തം ആക്കിയത്. അന്ന് കോടതിയുടെ കൃത്യമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷവും മുഹമ്മദ് ഷാഫിക്ക് പരോൾ നൽകി. അതിനുശേഷമാണ് കൊടിസുനിക്ക് പരോൾ നൽകിയത്. അന്നൊക്കെ സർക്കാർ പറഞ്ഞത് ഈ പരോൾ എന്ന് പറയുന്നത് ഒരു തടവുകാരൻ്റെ അവനർഹിക്കുന്ന മാനുഷിക പരിഗണന ആണ് എന്നാണ് അന്ന് സർക്കാർ പറഞ്ഞത്. ഇങ്ങനെ ഒരു വിവാദമുണ്ടായ സാഹചര്യത്തിൽ ഇവിടെ അണ്ണൻ സിജിത്തിൻ്റെ കേസിലും ഇത് തന്നെയല്ലേ പറയാൻ പോകുന്നത്? പരോളിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവരുടെ വിടുതൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചില നിയന്ത്രണങ്ങൾ മാത്രമാണ് ഹൈക്കോടതി ഏർപ്പെടുത്തിയത്. അതായത് ഈ ഇരട്ട ജീവപര്യന്തം
ആക്കി വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ ഇവർക്ക് നേരത്തെ ഇവരെ പിന്നെ ജയിലിൽ നിന്ന് മുക്തമാക്കാൻ തന്നെ തീരുമാനിച്ചിരുന്നു, മോചിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചിരുന്നു. അന്നും ഇത് വിവാദമായതാണ്. അപ്പോൾ ഈ ഇരട്ട ജീവപര്യന്തം ആക്കി ഉയർത്തുന്ന ഇവരുടെ ശിക്ഷ കോടതി നിയന്ത്രണങ്ങൾ വരുത്തുന്നു. പക്ഷേ പരോളിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉദാര സമീപനം ഉണ്ടാവുന്നു അല്ലെ? പൂർണ്ണമായും ഈ TPയുടെ കൊലയാളികൾക്ക് വിധേയപ്പെടുന്ന ഒരു കാഴ്ച തന്നെയല്ലേ കാണുന്നത്? തീർച്ചയായും അനിൽ നമ്പ്യാർ, കാരണം നമുക്കറിയാം ഈ TP കേസ് പ്രതികൾക്ക് മറ്റൊരു പ്രതികൾക്കും ലഭിക്കാത്ത രീതിയിലുള്ള സൗകര്യങ്ങളായിരുന്നു തുടക്കം മുതൽ കിട്ടിക്കൊണ്ടിരുന്നത്. ഇത് വസ്തുത തന്നെയാണ്. കാരണം ജയിൽ ഉദ്യോഗസ്ഥർ പോലും ഇക്കാര്യം തുറന്ന് സമ്മതിക്കുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല ജയിൽ ഉദ്യോഗസ്ഥർ ഇവർ കയ്യേറ്റം ചെയ്ത പരാതികൾ പോലും ഉണ്ടായി. പക്ഷേ അവിടെയൊക്കെ ജയിൽ ഉദ്യോഗസ്ഥരെ വേട്ടയാടാനുള്ള ശ്രമമായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട്. കണ്ണൂരിൽ സംഭവിച്ചതും ആ രീതിയിൽ തന്നെയാണ്. അതായത് ഇവർക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം ജയിൽ ഉദ്യോഗസ്ഥർ നടത്തിയപ്പോൾ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ ആ രേഖകൾ പുറത്തു വന്നു. ഇതിനെ തുടർന്ന് ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിച്ചത് എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇവരുടെ ഈ ജീവപര്യന്തം ഇരട്ട ജീവപര്യന്തമാക്കി മാറ്റി കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോഴും അതൊന്നുമല്ല സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് കൂടുതൽ പരോൾ അനുവദിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ഇവരെ പുറത്തുവിടാനുള്ള നീക്കം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ അത് പൊളിയുമ്പോൾ ഇവർക്ക് കൂടുതൽ പരോളുകൾ അനുവദിച്ചുകൊണ്ട് ഇവർക്ക് സംരക്ഷണം ഒരുക്കുകയാണ് നിലവിലിപ്പോൾ ആഭ്യന്തര വകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. അതായത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഇവർക്ക് പരോൾ അനുവദിക്കാനുള്ള എല്ലാ നീക്കവും നടത്തുന്നു. മുഹമ്മദ് ഷാഫിക്കായാലും കൊടിസുനിക്കായാലും ഇപ്പോൾ അണ്ണൻ സീതനായാലും കൂടുതൽ പരോൾ ലഭിക്കാനുള്ള സാഹചര്യം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായി ഈ പരോളിന് വേണ്ടി അപേക്ഷ ജയിൽ വകുപ്പിന് നൽകുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജയിലിൽ നിന്ന് പരോൾ നേടി പുറത്തിറങ്ങിയ ശേഷമാണ് ഈ പരോൾ ദീർഘിപ്പിച്ച് നൽകണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീണ്ടും അപേക്ഷ നൽകുന്നത്. ഇതിനുശേഷമാണ് വീണ്ടും പരോൾ ദീർഘിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകുന്നത്. ഈ മുഖ്യമന്ത്രി മറ്റ് ആരുടെയും അപേക്ഷ പരിഗണിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ഈ അപേക്ഷ പ്രത്യേകമായി പരിഗണിക്കുന്നു. 15 ദിവസത്തേക്ക് കൂടി ഈ പരോൾ നീട്ടി നൽകുന്നു. ആ രീതിയിലുള്ള സംരക്ഷണമാണ് നിലവിലിപ്പോൾ TP കേസ് പ്രതികൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഭാഗത്ത് നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന വസ്തുത നിലനിൽക്കുന്നു. അത് തെളിയിക്കുന്ന രേഖകൾ കൂടിയാണ് പുറത്തു വരുന്നത്. അനിൽ നമ്പ്യാർ, രാജീവ്, TP കൊലപാതകത്തിൽ CPMൻ്റെ പങ്കില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ തന്നെ പറഞ്ഞതാണ് പങ്കില്ല എന്ന്. പക്ഷേ നോക്കൂ, ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുമ്പോഴും മറുഭാഗത്ത് TPയുടെ കൊലയാളികളെ സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു, അവർക്ക് എല്ലാ പിന്തുണയും നൽകുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതായത് ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടവർ എന്തെങ്കിലും വിളിച്ച് പറയുകയാണെങ്കിൽ പ്രതിക്കൂട്ടിലാകുന്നത് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരാണ്. അതുകൊണ്ട് ആ ഒരു ഭയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കില്ലേ ഒരുപക്ഷെ ഇവരോട് ഉദാര സമീപനം സ്വീകരിക്കുന്നത്? തീർച്ചയായും TP കേസിൽ CPMന് പങ്കില്ല എന്ന് ആവർത്തിക്കുമ്പോഴും പുറത്തു വന്ന തെളിവുകൾ അങ്ങനെയല്ല. CPMൻ്റെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ കേസിൽ പ്രതിയാകുന്ന സാഹചര്യമുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ തെളിവുകൾ ലഭിക്കുന്ന സാഹചര്യവും ഉണ്ടായി. ഈ വിഷയങ്ങളൊക്കെ നേരത്തെ പലതവണ ചർച്ച ചെയ്തതുമാണ്. ഏതായാലും CPMന് പങ്കില്ല എന്ന് പറഞ്ഞ് ഈ വിഷയത്തിൽ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന വസ്തുത നിലനിൽക്കുക തന്നെയാണ്. ഈ രീതിയിലുള്ളൊരു ഭയപ്പാട് CPMനുണ്ട്, സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് വാരിക്കോരി ഇങ്ങനെ പരോൾ അനുവദിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ജയിലിലെ സാഹചര്യം പോലും പരിഗണിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർക്ക് മറ്റൊരു പ്രതികൾക്കും ഇല്ലാത്ത രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും ജയിലിൽ ലഭിക്കുകയാണ്. ജയിൽ ഉദ്യോഗസ്ഥരെ പോലും കയ്യേറ്റം ചെയ്യാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു. ജയിലിൽ ഇവരെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. ആ രീതിയിൽ ജയിലുകൾ അടക്കി ഭരിച്ചുകൊണ്ടാണ് TP കേസ് പ്രതികൾ അവിടെ മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല ജയിലിൽ അവരുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളുടെ ഉപയോഗം ഉൾപ്പെടെ നേരത്തെ പുറത്തു വരികയും മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ ഇവർ ഉപയോഗിക്കുന്നതായി കണ്ടെത്തുകയും ചെയ്തിരുന്നു. മാത്രമല്ല അനധികൃതമായി അവധികൾ ലഭിക്കുന്ന സാഹചര്യം പോലും, പരോളുകൾ ലഭിക്കുന്ന സാഹചര്യം പോലും നേരത്തെ പുറത്തു വന്നതാണ്. അവിടെ തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമുള്ളത്. 1000 ദിവസത്തിന് മുകളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൊലക്കേസിലെ പ്രതികൾക്ക് പരോൾ ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ ഏകദേശം 2 വർഷത്തിന് മുകളിൽ ഇവർ പരോൾ ലഭിച്ച് പുറത്തായിരുന്നു എന്ന സാഹചര്യം കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വീണ്ടും അതായത് ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വരികയും നിയമസഭയിൽ ഇത് ചോദ്യമായി വരികയും ചെയ്തിരുന്നു. KK രമ ഉൾപ്പെടെയുള്ളവരാണ് ഈ വിഷയത്തിൽ നിയമസഭയിൽ ചോദ്യം ഉന്നയിച്ചത്. ആ നിയമസഭയിൽ ചോദിച്ചപ്പോഴായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ 1000 ദിവസത്തിന് മുകളിൽ 3 TP കേസ് പ്രതികൾക്ക് പരോൾ ലഭിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിയത്. അതിൽ തന്നെ 1078 ദിവസം അണ്ണൻ സീത്തിന് നിലവിൽ പരോൾ ലഭിച്ചിട്ടുണ്ട്. ആ അണ്ണൻ സീത്തിനാണ് വീണ്ടും വഴിവിട്ട് പരോൾ നൽകിയിരിക്കുന്നത് എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. പരോൾ നൽകുക മാത്രമല്ല അത് തുടർച്ചയായി നീട്ടി നൽകിക്കൊണ്ടിരിക്കുന്നു. അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ രേഖകൾ തന്നെ പരിശോധിക്കുമ്പോൾ അതിൽ കൃത്യമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട്. ആ അപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ് അണ്ണൻ സീത്തിന് 15 ദിവസം കൂടി വീണ്ടും ഈ പരോൾ നീട്ടി നൽകിയിരിക്കുന്നത്. മറ്റ് TP കേസ് പ്രതികൾക്കും ഇതേ സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. അവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അപേക്ഷ നൽകുന്നു. ഉടൻ തന്നെ അവരുടെ പരോൾ ദീർഘിപ്പിച്ചുകൊണ്ട് ഉത്തരവ് പുറത്തിറങ്ങുകയാണ്. അനിൽ നമ്പ്യാർ.